തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. പപ്പടാ, വിനയ ഇവിടെ ഉണ്ട്. ആ പപ്പടാ, കച്ചവടം വല്ലതും നടന്നാ? എവിടെ ഈ ഉച്ച സമയത്ത് ആര് വരാനാ? ഇപ്പൊ രാവിലെ ആരും കേറിയില്ലല്ലോ. അല്ല, മാമനോടെ? അദ്ദേഹം വീട്ടിലോട്ട് വന്നല്ലോ. വിനയം കണ്ടില്ലേ? ഇല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നവരെ വന്നില്ല. എന്താപ്പാ ഞാൻ വരുന്നതിന് മുമ്പ് മാമൻ പോയത്? അത് പീതാംബരൻ സാർ ഇവിടെ വന്നിരുന്നു. ആര്? പീതാംബരൻ സാറ്. എപ്പോ? എന്നിട്ട് മാമനോട് എന്തെങ്കിലും പറഞ്ഞോ? എന്തൊക്കെയോ പറഞ്ഞു. ഞാനും ലെമ്പോച്ചേട്ടനും ആകെ വരണ്ടു പോയി. വിനയം വന്ന ഉടനെ പുള്ളിക്കാരനെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചില്ലെങ്കിൽ ആകെ അലമ്പാവും. ഞാൻ വിളിച്ചോളാം. പപ്പച്ചേട്ടൻ പോയിട്ട് ഊണ് കഴിച്ചോ. പിന്നെ ലെമ്പോച്ചേട്ടനെ ഒന്ന് വിളിച്ചേക്കണേ, എങ്കിലേ പുള്ളിയുടെ ടെൻഷൻ മാറത്തുള്ളൂ. ഞാനത് പറഞ്ഞ് ശരിയായിക്കോളാം. പപ്പച്ചേട്ടൻ ഇത് വേറെ ആരോട് പറയണ്ടേ? ഏയ്, ഞാൻ ഇതൊക്കെ ആരോട് പറയാനാ? എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ. ആ ശരി. അയാൾ എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞത്. ഞാൻ വരുന്നതിന് മുമ്പ് മാമൻ വീട്ടിലേക്ക് പോയത് കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കേട്ടിട്ടായിരിക്കും. ആ ഉദ്ഘാടന ദിവസം തന്നെ പീതാംബരൻ സാറിന്റെ സംസാരം പ്രകടനമൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല അമ്മ. ആ ഷോപ്പ് മൊത്തമേ അയാളുടെ ആന്നുള്ള പോലത്തെ ഒരു അഹങ്കാരമായിരുന്നു. ഈ വിനേട്ടൻ എന്തിനാ ഇത്തരക്കാരെയൊക്കെ കൂട്ടുപിടിച്ച് ബിസിനസ് തുടങ്ങുന്നത്? കൂട്ടു ബിസിനസ് ഒന്നുമല്ല. വിനയൻ അയാളെ കയ്യിൽ നിന്ന് കുറച്ച് പണം പലിശയ്ക്ക് വാങ്ങിയ ബിസിനസ് തുടങ്ങിയത്. അല്ലാതെ അവൻ എവിടുന്ന കട തുടങ്ങാനും വണ്ടി എടുക്കാനും ഒക്കെ കാശ്? ഏട്ടന് ഓരോന്ന് പറഞ്ഞ് ചീരുവിനെ കൂടി പേടിപ്പിക്കണ്ട. വിനയം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവൻ തന്നെ വീട്ടിക്കോളും. എങ്ങനെ വീട്ടുന്ന അമ്മ? ബ്ലേഡ് പലിശയ്ക്ക് കാശൊക്കെ എടുത്ത് ആരെങ്കിലും ബിസിനസ് നടത്തുവോ? ഇപ്പൊ തന്നെ വിനേട്ടൻ കൃത്യസമയത്ത് ഇൻട്രസ്റ്റ് കൊടുക്കാത്തോണ്ടല്ലേ അയാൾ കടയിൽ വന്ന് മാമനെ കൂടി വഴക്കു പറഞ്ഞത്. ആ, മോൻ ഉണർന്ന് കരയുന്നു. മോൾ അങ്ങോട്ട് ചെല്ലും. മോൾ അതോർത്ത് ടെൻഷനാവൊന്നും വേണ്ട. പീതാംബരന് കാശ് കൊടുക്കാൻ വിനയൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ആ, മോള് ചെല്ല്. കടയിൽ നടന്ന കാര്യം ഏട്ടൻ ചീരുവിന്റെ മുമ്പിൽ വെച്ച് പറയണ്ടായിരുന്നു. വിനയൻ കാണിച്ചു വെച്ച അബദ്ധങ്ങളെ കുറിച്ച് അവക്കും ഒരു ധാരണ ഉണ്ടാവണം. അല്ലെങ്കിൽ അത് കൂടുതൽ അപകടമാ. ഞാനിപ്പോഴും ഒരു സൂചന മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ശരിക്കും അവൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താന്ന് അറിഞ്ഞാൽ നീ ഞെട്ടും. ഞാൻ എന്ത് ഞെട്ടാനാ? എനിക്കവനെ അറിയാവുന്നല്ലേ. ആഹാ, അപ്പോ നീ അറിഞ്ഞുകൊണ്ടാണോ വീടിന്റെ പ്രമാണം കൊണ്ട് ഈ വിനയൻ പീതാംബരന് പണയം വെച്ചത്? എന്ത്? വീടിന്റെ പ്രമാണോ? ഏത് വീടിന്റെ പ്രമാണം? ഇതല്ലാതെ അവന് വേറെ വീടുണ്ടോ രീതിക്ക്? ഈ വീടിന്റെ പ്രമാണം പണയം വെച്ചിട്ടാ വിനയൻ അയാളിൽ നിന്ന് 25 ലക്ഷം രൂപ കടം മേടിച്ചത്. എന്നിട്ടവൻ നമ്മളോട് എന്താ പറഞ്ഞത്? പീതാംബരൻ സാർ ഒരു പാർട്ണറെ പോലെയാണെന്നും അദ്ദേഹത്തിന്റെ പണം തിരിച്ചു കൊടുക്കുന്നത് വരെ പ്രോഫിറ്റിന്റെ ഒരു പങ്ക് കൊടുത്താൽ മതി എന്നൊക്കെയല്ലേ? ഇല്ല ഏട്ടാ, അതൊരിക്കലും സംഭവിക്കില്ല. ഈ വീടിന്റെ ഒറിജിനൽ ആധാരം അവനെ എവിടെ നിന്ന് കിട്ടാനാ? അത് എന്റെ അലമാരയിലല്ലേ ഇരിക്കുന്നത്. എടി, നിന്റെ അലമാര റിസർവ് ബാങ്കിന്റെ ലോക്കറൊന്നും അല്ലല്ലോ. അതുവരെ കുത്തിത്തുറന്ന കള്ളന്മാരിവിടെയുണ്ട്. നിന്റെ മകനും കായംകുളം കൊച്ചുണ്ണിയുടെ സ്വഭാവമൊക്കെ കുറച്ചുള്ളതാണല്ലോ. അങ്ങനൊന്നും പറയാതെ. അവനെ എടുത്തു ഇല്ലയോന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ആരോ പറയുന്ന കേട്ട് അവനെ വിലയിരുത്തല്ലേ.
വേണ്ട, ഞാൻ പറഞ്ഞത് പിൻവലിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, ചോറുണ്ട് കഴിഞ്ഞിട്ടേ ആ പ്രമാണം അവിടെ ഉണ്ടോ എന്ന് നോക്ക്. ബാക്കി എന്നിട്ട് പറയാം. ഛെ, എന്റെ വിശപ്പും പോയി. ഞാൻ നോക്കിയിട്ട് വരാം. ഏട്ടൻ ഇതൊന്ന് നോക്കി. ഈശ്വര, ഞാനിത് എവിടെയാണല്ലോ വെച്ചത്, കാണുന്നില്ലല്ലോ ഏട്ടാ. നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ എല്ലായിടത്തും ഒന്ന് നോക്കരുതിയെ. നോക്ക്, ഓടി ചെല്ല്. ഇടിയാ താഴത്തെ തട്ടിലൊന്ന് നോക്ക്, അതിന് മുകളിൽ നോക്ക്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഏട്ടാ. കാണുന്നില്ലേ? അയ്യോ, അതിവിടെ ഇല്ല. അവൻ നമ്മളെയൊക്കെ ചതിച്ചു. ഈ കുടുംബം മുടിക്ക് ജനിച്ചവനായി പോയല്ലോ അവൻ. എടി കരയിലെ ലതിക്ക് നിന്റെ കണ്ണുമുഖം വല്ലതായ ചിരുവിനൊന്ന് മനസ്സിലാവും. അവള് ചോദിച്ച നമ്മൾ എന്ത് മറുപടി പറയും? വിരന്റെ ഒരു കള്ളനാണെന്ന് കൂടി അവള് പറയണോ? വേണ്ട, അറിയണ്ട. ഇപ്പോഴും നല്ല ഒരിക്കലും ചേരും ഇത് അറിയണ്ട. അവൾ അറിയാതെ വിനയനോട് നമുക്ക് ചോദിക്കാം. ശരി, ഞാനൊന്നും വിട്ടു പറയാറില്ല. നീ സൂക്ഷിച്ചാ മതി. വാ, നമുക്കിതൊക്കെ എടുത്തു വെക്കാം.